ഗാന്ധി PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്ക്, കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ ബാക്കി പുതിയ ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മിക്കവാർക്ക് അറിയായിരിക്കും, പക്ഷെ അത് ഏത് രീതിയിൽ പഠിച്ചെന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള പഠിപ്പിക്കുകയാണ്. കാരണം കോടി രൂപയുടെ ഇങ്ങനെ നമുക്ക് ഈ ബൗണ്ടറി ആയിട്ടുള്ള രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയുടെ സൗത്തിലായിട്ടുള്ള കുറച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താഴോട്ട് വരുന്ന കുറച്ച് ഏഷ്യക്കകത്തുള്ള കുറച്ച് രാജ്യങ്ങൾ നമുക്ക് ഇങ്ങനെയാണ് നോക്കാം. കാരണം നമ്മുടെ ജോഗ്രഫി എന്ന ടോപ്പിക്കിനകത്ത് നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ്. ജോഗ്രഫിക്കകത്ത് ഇത് കൃത്യമായിട്ട് ചോദിക്കും. കാരണം ഇത് നമുക്ക് ഈ ചില ആൾക്കാർ ഡയറക്റ്റ് പഠിക്കും. കാരണം മാപ്പ് ബേസ് പഠിക്കുന്നവർക്ക് ഇതിനകത്ത് ഡൗട്ട് ഇല്ല. അല്ലാത്ത ആൾക്കാർ ഇത് കാണാതെ പഠിച്ചു വയ്ക്കും. അപ്പോൾ അതിനേക്കാൾ നമുക്ക് ഞാനിത് മാപ്പ് ബേസ് ചെയ്ത് ബാക്കി മാപ്പ് ബേസ് അല്ലാതെ കോഡ് രൂപ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പഠിക്കുന്നത് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു, നമുക്ക് ഇന്ത്യയുടെ നമുക്ക് മാപ്പിൻ്റെ പുറത്തിറങ്ങി നോക്കാം. നമുക്ക് ഇന്ത്യക്കാരുടെ മാപ്പിൻ്റെ പുറത്തിറങ്ങി നോക്കാം. ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടിയുള്ളൊരു സംഭവം പഠിപ്പിക്കുകയാണ്. സാർക്ക് രാജ്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്. ആദ്യം ഇന്ത്യയുടെ ബൗണ്ടറി അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ സാർക്ക് രാജ്യങ്ങൾക്ക് ഞാനൊരു കോഡ് പഠിപ്പിക്കും. PANI-MBBS. PANI-MBBS എന്നോ PANI-MBBS എന്നോ എങ്ങനെ പഠിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ബൗണ്ടറി ഒരു പരിധി വരെ ക്ലിയർ ആവും. പക്ഷെ ബൗണ്ടറിക്കകത്ത് ഇതിനകത്ത് ഇല്ലാത്ത രാജ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 P പാകിസ്ഥാൻ, 2 A അഫ്ഗാനിസ്ഥാൻ, 3 നേപ്പാൾ, 4 ഇന്ത്യ, 5 മാലദ്വീപ്, ഓർമ്മിക്കണം മാലദ്വീപ്, 6 ഏത് രാജ്യമാണ്? ബംഗ്ലാദേശോ ഭൂട്ടാൻ എടുക്കുക, ഓർമ്മിക്കണം ബംഗ്ലാദേശ്. അടുത്തത് ഭൂട്ടാൻ, അടുത്തത് ശ്രീലങ്ക. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് രാജ്യം തന്നെയായിട്ട് നോക്കാം. ശ്രദ്ധിച്ചോണം. ഞാൻ പറയുക പാകിസ്ഥാൻ ഇതാ കിടപ്പുണ്ട്. നമ്മുടെ ബൗണ്ടറി രാജ്യം മാപ്പ് അറിയുന്നത് വ്യക്തമായിട്ട് നോക്കിക്കൊള്ളണം. ഇതാ കിടപ്പുണ്ട് പാകിസ്ഥാൻ. ഇന്ത്യയുടെ നോർത്ത് അല്ല, ഇവിടെ നോർത്തായിട്ട് വരും, ഇവിടെ നിറങ്ങിയ വെസ്റ്റ് വരും. ഈ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് കിടക്കുന്ന രാജ്യമാണ് നമ്മുടെ പാകിസ്ഥാൻ. അടുത്ത് കിടക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇതാ കിടപ്പുണ്ട്. കുറച്ച് നമ്മളെ ബൗണ്ടറി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ബൗണ്ടറി ആയിട്ട് പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം പാകിസ്ഥാൻ. ഏറ്റവും നോർത്തുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നുള്ള ഇന്ന് പ്രസന്റ് കേന്ദ്രമുള്ള പ്രദേശങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. അടുത്ത് നോക്കിക്കൊണ്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ. ഇതാ കിടപ്പുണ്ട് നേപ്പാൾ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നേപ്പാൾ, ഇത്രയും ദൂരം നേപ്പാൾ. അടുത്ത് നമ്മുടെ ഇതാ കിടക്കുന്ന ഈ വലിയ മാപ്പിന്റെ ഉടമസ്ഥന്റെ പേരാണ് ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഓർമ്മിക്കണം അഫ്ഗാനിസ്ഥാൻ, ഇതാ കിടപ്പുണ്ട് നേപ്പാൾ, ഇതാ കിടപ്പുണ്ട് വലിയ ഉടമയായ നമ്മൾ ഇന്ത്യ. അടുത്ത് കിടപ്പുണ്ട് മാലദ്വീപ്. അവിടെ കിടപ്പുണ്ട് മാലദ്വീപ്. ഇന്ത്യൻ ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപ്. അപ്പോൾ മാലദ്വീപ്. ഇനി അടുത്ത് നമ്മൾ കിടപ്പുണ്ട് ഇന്ത്യയെ പോലെ നമുക്ക് ദൂരെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ പോലത്തെ ഒരു മാപ്പിന്റെ പോലെ നമുക്ക് കാണപ്പെടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇനി ഇതാ കിടപ്പുണ്ട് ചെറിയൊരു പൊട്ട്. ഇതാ കിടപ്പുള്ള രാജ്യമാണ് നമ്മുടെ ഭൂട്ടാൻ എന്നാണ് രാജ്യത്തിന്റെ പേര്. ഇതാ കിടപ്പുണ്ട് ഈ വെള്ളക്കടലിൽ കിടക്കുന്ന ഒരു പൊട്ട്, വെള്ളപ്പൊട്ടിന്റെ പേര് ഭൂട്ടാൻ. ഇതാ കിടപ്പുണ്ട് ശ്രീലങ്ക. ശ്രീലങ്ക നമ്മുടെ ഏഷ്യയുടെ മൊത്തം എന്നറിയപ്പെടുന്ന രാജ്യം, അല്ലെങ്കിൽ ഏഷ്യയുടെ തപാൽപ്പെട്ടി എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്കയാണ്. അപ്പോൾ പാകിസ്ഥാൻ, ഓർമ്മിക്കുക നമുക്ക് മാപ്പ് വെച്ചിട്ട് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതാടപ്പുണ്ട് നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇതാടപ്പുണ്ട് ശ്രീലങ്ക. അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. മാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം നമുക്ക് ഇതിനകത്ത് ഈ സാർക്ക് രാജ്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബൗണ്ടറി ലൈൻസ് എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ കൊണ്ട് ഒരു ചൈന കിടപ്പുണ്ട്, ഇതാ കിടപ്പുണ്ട്, ഒരു മ്യാൻമാർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് വേറെ പുറത്തുനിന്ന് ഇറങ്ങിയത് മ്യാൻമാർ നമ്മൾ ആസിയേണ്ടത് വരും. പക്ഷേ ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ ഇവിടുത്തെ വരൻസ് നമുക്ക് മനസ്സിലാക്കി നമ്മൾ നോക്കിക്കോണം. ഇതാ കിടപ്പുണ്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കുറച്ച് അതിർത്തി അഫ്ഗാനിസ്ഥാൻ, ഇതാ കിടപ്പുണ്ട് നേപ്പാൾ, ഇതാ നമ്മുടെ ഇന്ത്യ, ഇനി അടുത്ത് മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. അപ്പോൾ ഇന്ത്യയുടെ നമുക്ക് ചെറിയൊരു ബേസ് കിട്ടിക്കണം. കാരണം ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു അടിസ്ഥാനം കിട്ടിക്കണം. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇനി ചോദ്യം വേറെ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചോദിക്കാം. ഏഷ്യയിലെ ജനസംഖ്യ കൂടിയ രാജ്യം അതല്ല, ചൈനയാണ് ആൻസർ. അപ്പോൾ ഇതൊന്ന് മാറിപ്പോണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പാകിസ്ഥാൻ, സാർക്കിൽ അംഗരാജ്യങ്ങളുടെ കോഡാണ് പനി അല്ലെങ്കിൽ PANI-MBBS. ഓർമ്മിക്കണം. നമ്മുടെ ജോഗ്രഫിക്കകത്ത് നമ്മൾ വിചാരിക്കും ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടന ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഈ സാർക്കും ആസിയനും ഒക്കെ. നമ്മൾ ഇതിൻ്റെയൊക്കെ കറണ്ട് അഫയേഴ്സും നമ്മൾ ഇത് ജോഗ്രഫി ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ലിങ്ക് ചെയ്ത് വരുന്നത്. കാരണം ഈ ആസിയാനും സാർക്കും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ജോഗ്രഫിക്കൽ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കാണ്. അപ്പോൾ നോക്കിക്കണം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ,
മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. നമുക്കിപ്പോൾ ഇവിടെ എവിടെ കാണുന്ന രാജ്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ, കറക്റ്റ് നോർത്തിൽ കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ, ഇവിടെ കിടക്കുന്ന നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് കിടക്കുന്നത് നേപ്പാൾ, ഇനി കിടപ്പോൾ നമ്മൾ ഈസ്റ്റ് കിടക്കുന്നത് ഭൂട്ടാൻ, ഇനി നമ്മൾ കറക്റ്റ് ഓർമ്മിക്കണം, ഇത് കറക്റ്റ് ഈസ്റ്റ് കിടക്കുന്ന ഓർമ്മിക്കണം, ഈസ്റ്റ് കിടക്കുന്നത് നമ്മുടെ ബംഗ്ലാദേശ്, സൗത്തിൽ കിടക്കുന്നത് മാലദ്വീപും ശ്രീലങ്കയും. അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. നമുക്ക് ഇതിന്റെ ക്യാപിറ്റൽ ഒന്ന് നോക്കിയേക്കാം. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് എന്ന് പറയും, അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനം കാബൂൾ എന്ന് പറയും, ഓർമ്മിക്കണം കാബൂൾ, നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു എന്ന് പറയും, ഓർമ്മിക്കണം കാഠ്മണ്ഡു. ഇന്ത്യ ഒരിക്കലും മറക്കാതിരിക്കാൻ സാധ്യതയുണ്ട്, ന്യൂഡൽഹിയാണ് ക്യാപിറ്റൽ. മാലദ്വീപിന്റെ തലസ്ഥാനം മാലേ എന്നാണ് പഠിക്കേണ്ടത്. ചില ആൾക്കാർ അധ്യാപകർ ഞാൻ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്, ഈ ചില ആൾക്കാർ പഠിക്കുന്നത് കേട്ടിട്ടുണ്ട് മാലി എന്ന് പഠിക്കും. മാലി എന്നുള്ളത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്, അത് ഒരിക്കലും മാറിപ്പെടുന്നത്. ഈ മാലദ്വീപിന്റെ തലസ്ഥാനം മാലേ എന്നാണ്, MALE മാലേ എന്ന് പറയും. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം പഠിക്കുന്നത്, ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക, ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പു, ശ്രീലങ്കയുടെ തലസ്ഥാനം ജയവർദ്ധനപുരം എന്ന് പറയും തലസ്ഥാനം, ജയവർദ്ധനപുരം. ഇതിനകത്ത് ഞാൻ ഈ പഠിപ്പിക്കുന്നതിനകത്ത് ഈ സാർക്ക് രാജ്യം എടുക്കുമ്പോൾ അതിനകത്ത് പഠിപ്പിക്കുന്നത് സാർക്ക് 8 രാജ്യങ്ങളുടെ നാഷണൽ ആന്തം പഠിപ്പിക്കും, 8 രാജ്യങ്ങളുടെ നാഷണൽ ആനിമൽ പഠിപ്പിക്കും, 8 രാജ്യങ്ങളുടെ നാഷണൽ ഗെയിംസ് പഠിപ്പിക്കും. അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടൈം ആകുമ്പോൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട. കാരണം നമുക്ക് ജോഗ്രഫി എന്നൊരു ടോപ്പിക്കിനകത്ത് പറഞ്ഞുകൊണ്ട് ഇത്രയും നമുക്ക് ഡീപ്പായിട്ട് പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചോളാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്, അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ, നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു, ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്, ഡൽഹിയല്ല. മാലദ്വീപിന്റെ തലസ്ഥാനം മാലേ, ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക, ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പു, അടുത്ത ശ്രീലങ്കയുടെ തലസ്ഥാനം ജയവർദ്ധനപുരം. ഇനി ഒരു കാര്യം ഇതിനകത്ത് പരീക്ഷയ്ക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നാഷണൽ അനിമൽ ഒക്കെ നമുക്ക് പറയാം കൗതുകത്തോടെ പഠിക്കാൻ പറ്റും. കൗതുകമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് ഭൂട്ടാന്റെ നാഷണൽ അനിമൽ എന്നുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരു മൃഗമാണ് ആട്. ആട് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്, പാവപ്പെട്ട മൃഗം എന്നറിയപ്പെടുന്ന ആടാണ്. ഇനി അതുപോലെ ഭൂട്ടാന്റെ നാഷണൽ ബേർഡ് പഠിക്കാൻ വളരെ എളുപ്പമാണ്, ബേർഡ് കാക്കയാണ്. നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പക്ഷിവർഗം ഏതാണ്, അത് കാക്കയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത് നേപ്പാളിന്റെ ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് പശു, ഇന്ത്യയിലാണെങ്കിൽ കടുവ, ബംഗ്ലാദേശിലെ കടുവ, ഇങ്ങനെ ശ്രീലങ്കയിലാണ് സിംഹം. ആ സിംഹം എന്ന് പറയുന്നത് ശ്രീലങ്ക സിംഹം എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ പാകിസ്ഥാനാണെങ്കിൽ മർഗോർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വളരെ ഫെമിലിയർ, ചൈനയിലാണെങ്കിൽ പാണ്ട, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഞാനിതാണ് ഈ നമ്മുടെ നാഷണൽ അനിമലൊക്കെ പഠിപ്പിക്കും. ഇതാണ് നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഇന്ത്യക്കാർക്ക് പഠിക്കുന്നത്. 28 സ്റ്റേറ്റ് നമുക്കിപ്പോൾ ഉണ്ട്, 28 സ്റ്റേറ്റ്സ്, ഡൽഹി ഉൾപ്പെടെ നമുക്ക് 29 29 സ്റ്റേറ്റ്സിൻ്റെയും ഞാൻ നാഷണൽ അനിമലും നാഷണൽ ബേർഡും പഠിപ്പിക്കും. അത് നമുക്ക് ഞാൻ നിങ്ങളെ ഈ ഓരോ ബേർഡിൻ്റെയും ഓരോ അനിമലിൻ്റെയും ഫോട്ടോ വെച്ച് നമുക്ക് വീഡിയോ വിഷ്വലൈസ് വെച്ച് തന്നെയായിരിക്കും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലായി ഇന്ന മൃഗം ഇന്ന സ്റ്റേറ്റിൻ്റെയാണ്. കാരണം കുറേ മൃഗങ്ങളൊക്കെ അറിയായിരിക്കും, കാരണം ആന തന്നെ 2 സ്റ്റേറ്റ്സിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ആ ആന ഇന്ന സ്റ്റേറ്റ് ആന നിൽക്കുന്ന രീതിയിലുള്ള നമുക്ക് വിഷ്വൽ വെച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ബാക്കിയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ഒരു കോഡ് മനസ്സിലാക്കി കാണാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇതിനകത്ത് ഇല്ലാത്ത ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ സാർക്കിൽ അംഗമല്ലാത്തതാണ് ചൈനയും മ്യാൻമാർ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടാണ്. പിന്നെ നമുക്ക് അടുത്തൊരു കോഡോട് പഠിക്കുമ്പോൾ നമ്മൾ അടുത്ത ഒരു സംഘടനയും നമ്മുടെ ജോഗ്രഫിയുടെ ഒരു പ്രധാന ടോപ്പിക് വിളിച്ചിട്ട് ആസിയാൻ എന്ന് പറയും, ASEAN, ആസിയാൻ. അപ്പോൾ ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന ഏതാണ്. ഓർമ്മിക്കണം, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന ഏതാണ്, അത് ആസിയാൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന ഏതാണ്, ആസിയാൻ. ആസിയാൻ രൂപം കൊണ്ടത് 1967. പരീക്ഷയ്ക്ക് നമ്മൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഒരു കറണ്ട് അഫയേഴ്സ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും നമ്മുടെ ആസിയൻ തമ്മിൽ ഒരു 10 ആസിയൻ രാജ്യങ്ങൾ, അല്ലാതെ 5 രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ട് ഇന്ത്യ കരാർ ഒപ്പുവെച്ചില്ല. അങ്ങനെ 15 രാജ്യങ്ങൾ ഒരു വലിയ കരാർ, ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക കരാർ, ട്രേഡ് കരാർ ഒപ്പുവെച്ചു. അത് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കരാറാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിന്റെ ബാക്കിയിലേക്ക് കിടക്കുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മലയാളത്തിൽ ചോദിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന ഏത്, ആസിയാൻ. ആസിയൻ രൂപം കൊണ്ട് 1967. ആസിയൻ എത്ര രാജ്യങ്ങളുണ്ട്, 10. ഇതിന് ഞാനൊരു കോഡ് പഠിപ്പിക്കും, വളരെ രസകരമായ ഒരു കോഡാണ്. PSLV, ഓർമ്മിക്കണം, PSLV, IBM, KMT. ഈ PSLV നമുക്കൊരു ഓർമ്മയുണ്ട്, നമ്മളുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വർക്കുകൾ നമുക്ക് മനസ്സിൽ വരും. അതിൽ IBM എന്ന് പറയും ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയും. KMT എന്ന് പറഞ്ഞാൽ കൈരളി TMT കമ്പനികൾ. നമ്മൾ പരസ്യം പല സ്ഥലത്തും അഗ്നി TMT കമ്പനികൾ, അങ്ങനെ പല ടൈപ്പ് കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് കമ്പനിയാണ് KMT. പക്ഷേ ഇത് നമ്മൾ ആരാണ്, ഇത് രാജ്യങ്ങളാണ്, ശ്രദ്ധിച്ചോളണം. അപ്പോൾ PSLV നമുക്ക് ഇപ്പോൾ മനസ്സിലായി, PSLV, IBM, KMT. അപ്പോൾ പാകിസ്ഥാൻ അല്ല, PSLV, IBM, KMT. ഫിലിപ്പീൻസ് ആണ് P. ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ലാവോസ്, വിയറ്റ്നാം,
വിയറ്റ്നാം. ഇന്തോനേഷ്യ, ഇന്തോനേഷ്യ. ബ്രൂണൈ, ബ്രൂണൈ. മലേഷ്യ, കംബോഡിയ. ഓർമ്മിക്കണം, നമ്മൾ ഇവിടെ കേട്ടിരിക്കുന്നത് പറഞ്ഞാൽ സി ആണ് വേണ്ടത്. നമ്മൾ എളുപ്പത്തിൽ രണ്ടും കേട്ടിരിക്കുന്നത് കംബോഡിയ, മ്യാൻമാർ, തായ്ലാൻഡ്. അപ്പോൾ ഇന്ത്യയുടെ നമ്മളിപ്പോൾ ഒരു രാജ്യം നമ്മൾ ഇതിനകത്ത് ബൗണ്ടറി ആയിട്ട് പറഞ്ഞ രാജ്യം പഠിച്ചു. നമ്മുടെ ഈ വേൾഡ് മാപ്പ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ വേൾഡ് മാപ്പ് വെച്ച് ഞാൻ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബൗണ്ടറി ലൈൻസ് ഞാൻ വ്യക്തമായിട്ട് വരച്ച് മനസ്സിലാക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നോക്കാം. നമ്മൾ നോക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ എന്ന് പറയുന്നതാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ആസിയയിലെ 10 രാജ്യം. അതിൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബൗണ്ടറി പങ്കിടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മ്യാൻമാർ, ബർമ എന്നറിയപ്പെടുന്ന മ്യാൻമാർ. ഇനി നമ്മളുടെ യുവമാർ ഈ ചൈന എന്നുള്ളത് ഇത് രണ്ടിലും ഇല്ല എന്നുള്ള ഓർമ്മിച്ചു. നമുക്ക് തെറ്റ് പറഞ്ഞ താഴെ തന്നിരിക്കുന്നതിൽ ആസിയയിൽ അംഗരാജ്യമേത് അല്ലെങ്കിൽ അംഗമല്ലാത്ത പേരെന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് കഴിഞ്ഞ നമ്മൾ 2010 ഇന്ത്യയും ആസിയയും തമ്മിലൊരു വ്യവസായ കരാർ ഒപ്പിച്ചു. അതിനുശേഷം അതിന് താഴെ തന്നിരിക്കുന്നതിൽ ആസിയയിൽ അംഗമല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിനി ഇതിന്റെ തലസ്ഥാനവും വ്യക്തമായി പഠിക്കും. ശ്രദ്ധിക്കും. അപ്പോൾ PSLV IBM KMT, PSLV IBM KMT വ്യക്തമായിട്ട് ഓർമ്മിച്ചായിരിക്കും. ഒരു ഡൗട്ടില്ല. കാരണം ആവശ്യമുള്ള പാട്ടൊന്നുമില്ല. മിക്കവാറും ചില ഈ പ്രധാനമന്ത്രിക്കൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതിൽ പാട്ടില്ല. പ്രധാനമന്ത്രിയൊക്കെ നമുക്ക് ഇങ്ങനെ ഞാൻ ഓർമ്മിച്ച് ഒന്ന് പഠിച്ച് അതിനെ ഓർമ്മിച്ചെടുപ്പിക്കും. നിങ്ങൾ ഞാൻ ഒരു ദിവസം പഠിപ്പിക്കും. അപ്പോൾ PSLV IBM KMT. P എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസ്, S എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ, L എന്ന് പറഞ്ഞാൽ ലാവോസ്, വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം. P ഫിലിപ്പീൻസ്, S സിംഗപ്പൂർ, L എന്ന് പറഞ്ഞാൽ ലാവോസ്, P എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം, I എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, B എന്ന് പറഞ്ഞാൽ ബ്രൂണൈ, M എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം മലേഷ്യ, K എന്ന് പറഞ്ഞാൽ നമ്മൾ C ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ കംബോഡിയ, M എന്ന് പറഞ്ഞാൽ മ്യാൻമാർ, അടുത്ത T എന്ന് പറഞ്ഞാൽ തായ്ലാൻഡ്. നമുക്ക് തലസ്ഥാനം ഒരുമിച്ച് പഠിച്ചു നോക്കാം. ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ മനില, സിംഗപ്പൂർ സിറ്റി, ലാവോസിന്റെ തലസ്ഥാനം വിയന്റൈൻ എന്ന് പറയും, ഓർമ്മിക്കണം വിയന്റൈൻ, വിയറ്റ്നാമിന്റെ തലസ്ഥാനം ഹാനോയ്, ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്ത എന്ന് പറയും, ജക്കാർത്ത, ബ്രൂണൈയുടെ തലസ്ഥാനം ബന്ദസേരി ബഗ്വാൻ, മലേഷ്യയുടെ തലസ്ഥാനം കൊലാലംപൂർ, മലേഷ്യയുടെ തലസ്ഥാനം കൊലാലംപൂർ, പുതിയ പേര് പുത്രജയ എന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഇതിന്റെ പുതിയ പേരാണ് കൊലാലംപൂർ. കംബോഡിയയുടെ തലസ്ഥാനം നോംപെൻ, മ്യാൻമാറിന്റെ തലസ്ഥാനം നൈപിഡോ, ഇവിടെ നോക്കിയാൽ അറിയാം ഇതിനകത്ത് എന്താണ് നൈപിഡോ. തായ്ലാൻഡ് തലസ്ഥാനം ബാങ്കോക്ക്. അപ്പോൾ നമ്മളിപ്പോൾ 18 ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാർക്ക് 8 എടുത്തു, ആസിയയിലെ 10 എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം അടുത്ത് വീണ്ടും ഇതിന്റെ ടോപ്പിക്. അപ്പോൾ ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ മനില, സിംഗപ്പൂർ സിറ്റി, ലാവോസ് വിയന്റൈൻ, വിയറ്റ്നാമിന്റെ തലസ്ഥാനം ഹാനോയ്, ഇന്തോനേഷ്യ ജക്കാർത്ത, ബ്രൂണൈ ബന്ദസേരി ബഗ്വാൻ, മലേഷ്യ കൊലാലംപൂർ. അടുത്തത് നമ്മൾ അല്ലെങ്കിൽ മലേഷ്യ തലസ്ഥാനം കൊലാലംപൂർ അല്ലെങ്കിൽ പുത്ര ചെയ്യാം. അടുത്തത് കംബോഡിയ നോമൻ, മ്യാൻമാർ നൈപിഡോ, തായ്ലാൻഡിന്റെ തലസ്ഥാനം ബാങ്കോക്ക്. ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ മനില, സിംഗപ്പൂർ സിറ്റി, ലാവോസ് വിയന്റൈൻ, വിയറ്റ്നാമിന്റെ തലസ്ഥാനം ഹാനോയ്, ഇന്തോനേഷ്യ ജക്കാർത്ത. ഈ ബ്രൂണൈ നമ്മൾ പഠിക്കാതെ പോകരുത്. ഞാൻ കഴിഞ്ഞ ഡിഗ്രി ലെവലിന്റെ മുകളിലോട്ടുള്ള പരീക്ഷ ഞാൻ പല പരീക്ഷകൾ കണ്ടിട്ടുള്ളതാണ് ഈ ബ്രൂണൈയുടെ ക്യാപിറ്റൽ. അപ്പോൾ ബ്രൂണൈ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളായിരിക്കും ആഫ്രിക്കൻ കൺട്രി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലതുണ്ട്, കാരണം മാപ്പ് അറിയില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഞാൻ നിങ്ങളെ ഏഷ്യയിലെ 45 രാജ്യങ്ങൾ ഓർഡർ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ മനില, സിംഗപ്പൂർ സിറ്റി, ലാവോസ് വിയന്റൈൻ, വിയറ്റ്നാം ഹാനോയ്, ഇന്തോനേഷ്യ ജക്കാർത്ത, ബ്രൂണൈ ബന്ദസേരി ബഗ്വാൻ, മലേഷ്യ കൊലാലംപൂർ, ഓർമ്മിക്കണം മലേഷ്യയുടെ തലസ്ഥാനം കൊലാലംപൂർ, അതിന്റെ പുതിയ പേരാണ് പുത്രജയ, കംബോഡിയ നോംപെൻ, മ്യാൻമാർ നൈപിഡോ, തായ്ലാൻഡ് തലസ്ഥാനം ബാങ്കോക്ക്. അപ്പോൾ ഓർമ്മിക്കണം ഈ നമ്മളുടെ ഈ PSLV IBM KMT. അപ്പോൾ ഞാൻ പഠിക്കും പോളാർ സാർ ലൈൻ ലോഞ്ച്, അതും മറന്നു പോകരുത്. നമുക്ക് അതും പ്രധാനമായിട്ടും ചോദിക്കുന്നത് GSLV PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും നമ്മളെ PSLV സീരീസ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കമ്പനിയാണ് IBM. അതിന്റെ വേറെ കോഡാണ് ബിഗ് ബ്ലൂ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ് IBM, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയും. ഇത് നമ്മുടെ കമ്പനികൾ ഓർമ്മിച്ചിരിക്കാനാണ് ഞാൻ ആ ബോർഡ് വെച്ചിരിക്കുന്നത്, KMT കമ്പനി. അപ്പോൾ PSLV IBM KMT ആണ് നമ്മുടെ ആസിയാൻ റിപ്പോർട്ട്. PSLV IBM KMT. ഇവിടെ P എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസ്, S എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ, L എന്ന് പറഞ്ഞാൽ ലാവോസ്, B എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം, I എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, B ബ്രൂണൈ, M എന്ന് പറഞ്ഞാൽ മലേഷ്യ, K എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം, K എന്ന് പറഞ്ഞാൽ C ആണ് ഓർമ്മിക്കുന്നത്, C കംബോഡിയ. അടുത്തത് M എന്ന് പറഞ്ഞാൽ മ്യാൻമാർ, T എന്ന് പറഞ്ഞാൽ തായ്ലൻഡ്. ഒരിക്കൽ കൂടി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയൻ രൂപം കൊണ്ടത് 1967. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 10 പേര്. കോഡ് PSLV IBM KMT. സാർക്കിന്റെ കോഡ് PANI MBBS.
രാജ്യങ്ങൾ ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ മനില, സിംഗപ്പൂർ സിറ്റി, ലാവോസിന്റെ തലസ്ഥാനം വിയന്നെ, വിയറ്റ്നാമിന്റെ തലസ്ഥാനം ഹാനോയ്, ഇന്തോനേഷ്യ ജക്കാർത്ത, ബ്രൂണൈ ബന്ദസൈഡി ഭഗവാൻ, മലേഷ്യ കോലലംപൂർ, കംബോഡിയ നോംബെൻ, മ്യാൻമാർ നൈപ്പിഡോ, തായ്ലാൻഡിന്റെ തലസ്ഥാനം ബാങ്കോക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ 2 ക്ലാസ്സിന്റെ നമ്മൾ ഒരു ബൗണ്ടറി ലൈൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ആ ബൗണ്ടറി ലൈൻസിന്റെ ഞാൻ മാപ്പ് വൈസ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു. ഇതിന്റെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേൾഡ് മാപ്പ് ഇട്ടിട്ട് ഈ വേൾഡ് മാപ്പിന്റെ ബാക്കി നമുക്ക് ഇതിനകത്ത് ഞാൻ അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഈ സ്റ്റേറ്റുള്ള 29 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി ഉൾപ്പെടെയാണ് ഈ പറഞ്ഞത്. ഡൽഹി ഉൾപ്പെടെ 29 ഡൽഹിയുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മർഗോ എന്ന് പറയും. മർഗോ അല്ല മർഗോർ എന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആനിമൽസിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തി വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് അതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ വീണ്ടും നോക്കാം.